ഓൾറെഡി നമ്മുടെ വോയിസുകളൊക്കെ മൊബൈൽ ക്യാപ്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളത്തിൽ കമ്പ്യൂട്ടർ എന്ന് പണ്ട് സമരം ചെയ്ത വ്യക്തികളുടെയൊക്കെ ഉണ്ട്. വീടുകളിലും അല്ലെങ്കിൽ അവരുടെ കയ്യിലേക്ക് ഇപ്പം ഹൈ-എൻഡ് മാക്ബുക്ക് പ്രോ നമ്മൾ ടെക്നോളജികളെ വളർത്തണം, പക്ഷെ അങ്ങനെയുള്ള മണ്ടത്തരം ചെയ്യരുത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് അപ്പം തന്നെ അവിടെ ഡെഡ് ആവും. ഹബീബി, കമ്മിങ് ടു DXP പോഡ്കാസ്റ്റ് എക്സ്പ്രസ്. സോ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മൈഗ്രേഷനെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്, അവിടെ ചെന്നിട്ടുള്ള നമ്മുടെ ഇന്ത്യൻസ് അല്ലെങ്കിൽ ഏഷ്യൻസ് കാണിക്കുന്ന കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു സബ്ജക്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ടെക്കുമായിട്ട് ബന്ധപ്പെട്ട് ടെക്കിനെ കുറിച്ച് അറിയാവുന്ന ടെക് ഇൻഫ്ലുവൻസറായ ടോണി പുളിക്കത്തടത്തിലാണ്. ടോണി കഴിഞ്ഞ 2 വർഷമായിട്ട് UAE ബെസ്റ്റ് ടെക് ഇൻഫ്ലുവൻസറിനുള്ള അവാർഡ് മേടിച്ചിട്ടുണ്ട്. ടോണി, വെൽക്കം ടു DXP പോഡ്കാസ്റ്റ് എക്സ്പ്രസ്. ടോണി, അതായത് ഇന്ന് നമ്മുടെ എന്താ പറയുക, ജനിച്ചു വീഴുന്ന ഒരു കുട്ടി മുതൽ ഈ പറയുന്ന ടെക്നോളജിയുടെ ഭാഗമായിട്ടാണ് ജീവിച്ചു തുടങ്ങുന്നത്. അതായത് മൊബൈലിലാണ്. ഇപ്പൊ നമുക്കറിയാം, പിള്ളേരെയൊക്കെ ചോറ് പോലും മൊബൈൽ ആവശ്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ നമ്മൾ വന്നിട്ട് ഇന്നിപ്പം AI എന്ന് പറഞ്ഞൊരു ഫീച്ചർ വന്നു. AIയുടെ ഒരു വലിയൊരു വിപ്ലവം തന്നെയാണ് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പം പല കാര്യങ്ങൾക്കും അല്ലെങ്കിൽ പല കമ്പനികളും മാൻ പവറിനെക്കാളും കൂടുതൽ AI സംവിധാനങ്ങൾ വെച്ച് കുറെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എല്ലാം ഇപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ജോലി വരെ പോകുന്ന ഒരവസ്ഥ വരാനുള്ള ചാൻസ് ഇനി മുന്നോട്ടുണ്ടാവാം. പിന്നെ AI കൊണ്ട് നല്ലതും ഉണ്ട്, അതുപോലെ തന്നെ മോശം വശങ്ങളും ഉണ്ട്. മോശം വശങ്ങൾ നമ്മൾ അറിയുന്ന ആൾക്കാർ അത് യൂസ് ചെയ്തിട്ട് പലതരത്തിലുള്ള AI സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള, നിങ്ങൾക്ക് തന്നെ കാണാം, ഇപ്പോൾ ടെലിഗ്രാമിലായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, വേറെ ഏതൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ടോ ആ പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള മോശമായിട്ടുള്ള സംവിധാനങ്ങളും AI വെച്ചിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് കൂടാതെ AI വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല നല്ല കാര്യങ്ങളും ഉണ്ട്. ഇപ്പം നമ്മുടെ AI യുഗം തുടങ്ങിയപ്പോൾ തന്നെ പല കമ്പനികളും ഈ പറയുന്ന മാൻ പവർ വെട്ടിക്കുറച്ചുകൊണ്ട് ഈ AI സംവിധാനത്തിലൂടെ പോകുന്നുണ്ട്. കാര്യം അവർക്ക് അത് ഇരട്ടി ലാഭമാണ്. അപ്പൊ ഇനി മുന്നോട്ടുള്ള ഒരു ഫ്യൂച്ചർ വരുമ്പം ശരിക്കും ഓൾറെഡി നമ്മൾ മനുഷ്യന്മാരെ പറയുന്നത് നമ്മളൊരു മടിയന്മാരെന്നാണ് പറയുന്നത്. ഇനി മുന്നോട്ടുള്ള ഒരു ഫ്യൂച്ചർ വരുമ്പം AI യുഗം വരുമ്പം എന്തായിരിക്കും അതിനകത്ത് എത്രത്തോളം അത് ഈ ജോബ്ലെസ് ആയിട്ട് ആൾക്കാർ വരാനും അല്ലെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഈ AI എത്രത്തോളം നമ്മളെ റൂൾ ചെയ്യാനൊക്കെ ഉണ്ട്, അതായത് മനുഷ്യനെ AI റൂൾ ചെയ്യുന്നൊരു കാലഘട്ടമാവും. ഒരുപാട് ചാൻസ് ഉണ്ട് അത്തരത്തിലുള്ള ഒരു ലോകത്തിലേക്ക് അതിൻ്റെ ആയിരിക്കും നമ്മൾ പോകുന്നതും. കാരണം എന്ന് വെച്ചാൽ എല്ലാം സിമ്പിളായി, അതാണ് പറയാനുള്ളത്. എല്ലാം സിമ്പിളായി. എല്ലാം നമ്മളിപ്പോൾ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ഇരുന്ന് ചെയ്യേണ്ട ഒരു കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഒരു 5 മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ തീർത്ത് കയ്യിൽ തരുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് ഒരു കണക്ക് പറഞ്ഞ കമ്പനികൾക്ക് ഇത് ഏറ്റവും ലാഭകരമാണ്. അവരുടെ വർക്കുകൾ തരും, പ്രഷർ ഉണ്ടാവില്ല, ക്ലയൻറ്റുകളെടുത്ത് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എല്ലാം പെട്ടെന്ന് തന്നെ തീർത്ത് തരുന്ന ഒരു സംവിധാനത്തിലേക്ക് മാറിക്കഴിഞ്ഞു. എത്രത്തോളം ഇത് ബാക്കിയുള്ള എംപ്ലോയീസിന് ഇത് വരുന്നതെന്ന് വെച്ചാൽ എംപ്ലോയീസിൻ്റെ വർക്കുകൾ കുറഞ്ഞു. അവർക്ക് 2 പേര് ചെയ്യുന്ന കാര്യങ്ങൾ അത് ഒരാളിലേക്ക് മാറി, അല്ലെങ്കിൽ 5 പേര് ചെയ്യുന്ന ഒരു വർക്ക് അത് 2 പേരോ അല്ലെങ്കിൽ 3 പേരിലൊക്കെ തീരുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നു. അപ്പൊ ഈ ബാലൻസ് ഉള്ള 3 പേർക്ക് അവിടെ ജോലി ഇല്ലാതായി. പെർഫെക്ഷനിലേക്ക് എത്തിയിട്ടില്ല ഇതുവരെ. ആ പെർഫെക്ഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു 100 പേരുണ്ടെങ്കിൽ ഒരു 50 പേരിലേക്ക് ചുരുങ്ങുന്ന രീതിയിൽ ഇപ്പം മാറും. AI വന്നാലും എന്ത് വന്നിരുന്നാൽ പോലും മനുഷ്യന്റെ അല്ലെങ്കിൽ അവന് അത് ദോഷം ഒരു പരിധി കൂടുതൽ അവന്റെ ദൈനംദിന ജീവിതത്തെ അല്ലെങ്കിൽ അവന്റെ ഒരു ജോലിയോ അത് ദോഷം ചെയ്താൽ ഒരു പക്ഷെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഈ പറയുന്ന മാനവരാശിയെ തന്നെ അത് അഫക്ട് ചെയ്യുന്ന ഒരു സാഹചര്യം വരും. കാര്യം ഒരാളുടെ ഒരു വലിയൊരു സമൂഹത്തിന്റെ അല്ലെങ്കിൽ വലിയൊരു ലോകത്തിന്റെ ഒരു വലിയൊരു ശതമാനത്തിന്റെ ജോലി ഇല്ലാതാവും, അവർക്ക് പിന്നെ വരുമാനം ഇല്ലാതായി. പക്ഷെ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ AI സംവിധാനങ്ങൾ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോഴും നമ്മൾ ടെക്നോളജികളെ വളരണം. അതായത് നമ്മളിപ്പോൾ മൊബൈല്, കമ്പ്യൂട്ടർ എല്ലാം വരുന്ന സമയത്ത് എതിർപ്പുകൾ പല നമ്മുടെ നാടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ മാത്രമായിരിക്കും, ചിലപ്പോൾ നമ്മുടെ മലയാളീസിന് ഇടയിലെ മാത്രമായിരിക്കും ഇങ്ങനത്തെ എതിർപ്പുകൾ ഉണ്ടാവാം. ഈ കേരളത്തിൽ കമ്പ്യൂട്ടർ എന്ന് പണ്ട് സമരം ചെയ്ത വ്യക്തികളുടെയൊക്കെ വീടുകളിലും അല്ലെങ്കിൽ അവരുടെ കയ്യിലേക്ക് ഇപ്പം ഹൈ-എൻഡ് മാക്ബുക്ക് പ്രോ ഇപ്പൊ അവര് മൊബൈൽ ഇല്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു നേരം ഒരു മൊബൈൽ ഇല്ലാത്ത മലയാളി 1 മണിക്കൂർ ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു വാട്സപ്പ്, അറ്റ്ലീസ്റ്റ് ഒരു വാട്സപ്പ് ഒരു കഴിഞ്ഞ തവണ ഒരു വാട്സപ്പ് ഒരു 10 മിനിറ്റ് ആണ് ബ്ലോക്ക് ആയത്. വാട്സപ്പ് ഇല്ലാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. നിലച്ചു എന്ന് പറഞ്ഞത് ഒരു സംവിധായകന് പോയി ഒരുപാട് പേരുടെ ടെൻഷനായി എന്ത് പറ്റിയെന്നുള്ള ചോദ്യങ്ങൾ എനിക്ക് തന്നെ എത്ര ചോദ്യങ്ങൾ ഇൻസ്റ്റാഗ്രാമിലും ഇതിലുമായിട്ട് എത്ര ആൾക്കാർ ചോദിച്ചു. നിർത്തിയോ, അത് പോയോ, എന്തൊക്കെയാണ് ചോദ്യങ്ങളെന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. ടെക്നോളജികൾ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള മുന്നോട്ടുള്ള കാലങ്ങളിൽ നമുക്ക് അധികം ഇതൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അതൊന്നും വേണ്ട എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് മാറരുത്.
അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ടോണി, അപ്പോൾ നമ്മൾ AI കഴിഞ്ഞു. ഇനി അടുത്ത് ഞാൻ വരുന്നത് അതായത് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണെന്ന് ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരം ഉള്ളൂ, ഇൻസ്റ്റാഗ്രാമാണ്. തുറന്നാൽ ഇൻസ്റ്റാഗ്രാമാണ്, എവിടെയും ഇൻസ്റ്റാഗ്രാമാണ്. ഒരു കൊച്ചു കുട്ടിക്ക് മുതൽ അങ്ങ് അപ്പാപ്പന്മാർക്ക് വരെ ഇൻസ്റ്റാഗ്രാമാണ്. കാര്യം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, അതായത് ഈ ഇൻസ്റ്റാഗ്രാം തുടങ്ങുന്ന സമയത്ത് അത് വലിയ പ്രചാരത്തിലൊന്നും എത്തിയിട്ടില്ല. ഈ സമയത്താണ് എനിക്ക് തോന്നുന്നു ഈ സുക്കർബർഗിന്റെ ആ ഒരു ഭയങ്കര ബുദ്ധിയാണ് ഇയാൾക്കറിയാം ഈ ഇൻസ്റ്റാഗ്രാം അതായത് വിട്ടുകളഞ്ഞാൽ ഇവന്മാര് കയറി വേറെ ഫേസ്ബുക്കിന് നല്ല അടിയായിട്ടുള്ള കൃത്യമായ ബോധ്യത്തോടെ തന്നെയാണ് ഈ ഇൻസ്റ്റാഗ്രാം പർച്ചേസ് ചെയ്ത് അത് അപ്ഡേറ്റ് ചെയ്ത് വേറെ ലെവൽ എത്തിച്ചു. എനിക്ക് ഈ സുക്കർബർഗ് ഒക്കെ മേടിക്കുന്നതിന് മുമ്പ് ഞാൻ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അന്നൊന്നും ഒന്നുമില്ല. ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നൊരു ഫോട്ടോ എടുത്ത് നമുക്ക് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് വീഡിയോകളൊക്കെ ഇടാൻ വേണ്ടി അതേ ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു. പിന്നീട് ഈ സുക്കർബർഗ് ഈ ഇൻസ്റ്റാഗ്രാമിനെ ഏറ്റെടുത്തതിന് ശേഷം ഇൻസ്റ്റാഗ്രാം ഉണ്ടായ ഒരു ബൂമിംഗ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് വലിയ ഗ്രോത്ത് ആണ്. അപ്പൊ ഈ പുതിയ ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റയിൽ വരുന്നുണ്ട്, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെ ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്റ്റയിൽ നിന്ന് നല്ല വരുമാനം ഉണ്ടാകുന്നുണ്ട്. അപ്പം ഒരു പുതിയ ഒരാൾ ഇൻസ്റ്റയിലായിട്ട് വരുന്ന ഒരാൾക്ക് ആസ് എ ഇൻഫ്ലുവൻസർ ഇൻസ്റ്റാ സ്റ്റാർ എന്ന നിലയിൽ ടോണിക്ക് കൊടുക്കാൻ പറ്റുന്ന ടിപ്സ് എന്തൊക്കെയാണ്? ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വീഡിയോ ഇടുന്ന സമയത്ത് അത് എത്ര പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ എന്ത് കണ്ടന്റ് ആണ് ഇടുന്നത്, അതിലാണ് കാര്യം. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് പേര് പലതരത്തിലെ വീഡിയോകൾ ഇടും, അത് റീച്ച് ആവുന്നില്ല, അത് നല്ലൊരു ഒരു ഇതിലേക്ക് എത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷേ ഇൻസ്റ്റാഗ്രാം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇൻസ്റ്റാഗ്രാം നല്ലൊരു കണ്ടന്റ് ആദ്യം കണ്ടുപിടിക്കുക. അതായത് നമ്മളിപ്പോൾ ഇന്ന് ഇടുന്നത് ചിലപ്പോൾ പാട്ട് പാടിയിട്ടുള്ള ഒരു കണ്ടന്റ് ആണെങ്കിൽ, നാളെ ഇടുന്നത് അവൻ ഡാൻസ് കളിച്ചുകൊണ്ടുള്ള ഒരു കണ്ടന്റ് ആയിരിക്കും. പക്ഷെ അത് ആൾക്കാർക്ക് കാണാനുള്ള ഒരു ടെൻഡൻസി അവിടെ ഉണ്ടാവില്ല. നമ്മളിപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഫുഡ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ചൊരു ലൈക്കോ കമൻസോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അത് തന്നെ ഫോളോ അപ്പ് ചെയ്യാം. അതാണ് നിങ്ങളെ കാണാൻ ആളുകൾ ആഗ്രഹിക്കുന്ന കാര്യം. നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെയാണ് ഒരു ദിവസം ഇട്ട് 2 ദിവസം. ഇപ്പോൾ പെട്ടെന്ന് തന്നെ കയറണമെന്നില്ല. ഞാനിപ്പോൾ തുടങ്ങിയിട്ട് തന്നെ 1 വർഷമേ ആയിട്ടുള്ളൂ. പക്ഷെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ എനിക്കിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാനത് ചെയ്തത് ഒരു ടെക്കാണ് ചെയ്തത്. ആ ടെക്കിൽ എനിക്ക് വീഡിയോയിൽ എനിക്കൊരു 1 മില്യൺ അടിച്ചു, അല്ലെങ്കിൽ 1 മില്യൺ കിട്ടി. ആ 1 മില്യൺ കിട്ടിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇനി എൻ്റെ അത് ടെക്കാണ്, എന്നെ കാണാൻ ആളുകൾ ആഗ്രഹിക്കുന്നത് ടെക്ക് വീഡിയോയിലൂടെയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഞാൻ എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട് ടെക് വീഡിയോകൾ മാത്രം ഇടാൻ തുടങ്ങി. അപ്പോൾ 1 ഇട്ടു, 2 ഇട്ടു, ചിലപ്പോൾ ഇന്നിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ കയറണമെന്നില്ല, അല്ലെങ്കിൽ നല്ല ഒരു ഇത് കിട്ടണമെന്നില്ല. കണ്ടന്റ് വൈസ് പറഞ്ഞു. കണ്ടന്റ് നമ്മൾ ചൂസ് ചെയ്ത് നമുക്ക് ഏതാണോ റീച്ച് കിട്ടുന്നത് ആ കണ്ടന്റ് പോകാന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ആ കണ്ടന്റ് വൈസ് അല്ലാതെ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം എനിക്ക് തന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഞാനൊരു ലൈക്ക് ഇൻസ്റ്റയിൽ ഞാനൊരു വീഡിയോ ഇട്ടാൽ ഒട്ടനെ എനിക്ക് ഇൻബോക്സിൽ വരും, നിങ്ങളുടെ ചാനൽ ഇത്ര ഫോളോവേഴ്സ് നമ്മൾ ഉണ്ടാക്കി തരാം, ഇത്ര വ്യൂസ് കാണാം, ഈ ഇത്ര ഹാഷ്ടാഗിൽ അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം. ഇത്തരത്തിലുള്ള ആൾക്കാര് നമ്മളെ സപ്പോർട്ട് ചെയ്ത് തരാം എന്നുള്ള രീതിയിൽ നമ്മളടുത്ത് വരും. അത് വിചാരിച്ച് ഞങ്ങൾ വിചാരിക്കും, എന്നാ ശരി, എന്നാ അടുത്ത വീഡിയോയിൽ എനിക്കൊരു 10,000K അല്ലെങ്കിൽ 20,000K ആളുകളെ കൂട്ടി ഞാൻ ഇത് റീച്ചാക്കി എടുക്കാമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയുള്ള മണ്ടത്തരം ചെയ്യരുത്. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് അപ്പം തന്നെ അവിടെ ഡെഡ് ആവും. ആ ഒരു പ്രവൃത്തിയാണ് എല്ലാവരും ചെയ്തത്. പിന്നെ നിങ്ങളുടെ അക്കൗണ്ട് തല കുത്തി മറിഞ്ഞ് നിങ്ങൾ അതൊരു സാധനം ചെയ്യാൻ നിന്നാലും അത് ഒരിക്കലും കയറില്ല, അത് റീച്ചും കിട്ടില്ല. ഇപ്പോൾ ഫോളോവേഴ്സിനെ കൂട്ടുക എന്ന് പറഞ്ഞു, ഫോളോവേഴ്സിന് 1,000 രൂപ മുതൽ, നാട്ടിൽ 1,000 രൂപ മുതൽ 5,000 രൂപ മുതൽ 1,00,000 രൂപ വരെ വെച്ച് കൊടുത്തിട്ട് ആൾക്കാർ ഫോളോവേഴ്സിനെ കൂട്ടിയ ആൾക്കാർ എനിക്കറിയാം. പക്ഷേ ഈ ഫോളോവേഴ്സിനെ കൂട്ടിക്കഴിഞ്ഞാൽ അവർക്കത് ചിലപ്പോൾ അവരുടെ ബിസിനസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫോളോവേഴ്സിനെ കയറ്റാം. ഇപ്പോൾ ഇത്രയും ആൾക്കാർ കാണാം, അവർക്കത് ഒരു ഡമ്മി ആയിട്ടാണ് അവരുടെ ഇൻസ്റ്റാഗ്രാം അവിടെ പ്രവർത്തിക്കുന്നത്. അല്ലാതെ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് റീച്ച് കിട്ടണം, നിങ്ങൾക്കൊരു കൊളാബ് ചെയ്തിട്ടൊരു വീഡിയോ കിട്ടണമെങ്കിൽ, എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫോളോവേഴ്സിനെയാണ് നിങ്ങൾക്ക് അവിടെ വേണ്ടത്. ആ ഫോളോവേഴ്സിനെ കിട്ടണമെങ്കിൽ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യണം. ഹാർഡ് വർക്ക് ചെയ്യാതെ ഒരു രക്ഷയില്ല. ആ ഹാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിരന്തരമായി വീഡിയോ ഇടുക. ആ വീഡിയോ അനുസരിച്ച് എന്ത് വീഡിയോ ആണ് നിങ്ങൾക്ക് വരുന്നത്, ആ വീഡിയോനനുസരിച്ച് മാത്രം നിങ്ങൾ കണ്ടന്റുകൾ ഇറക്കിക്കൊണ്ടിരിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ഓരോ ക്രൈറ്റീരിയകളുണ്ട്, ഇത് ഏത് സമയത്ത് അപ്ലോഡ് ചെയ്യാം. ഞാൻ അതിലോട്ടാണ് വരുന്നത്. അതായത് എനിക്കറിയണ്ട, അതായത് ഇപ്പം നോർമലി ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ഒരു കണ്ടന്റ് റീച്ച് കിട്ടാനെ കൊണ്ട് പറ്റുന്നൊരു എക്സാക്റ്റ് ടൈം എന്താണ്? പിന്നെ അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ എനിക്കുള്ളത്,
ഇപ്പോൾ ഹാഷ്ടാഗുകൾ നമ്മുടെ വീഡിയോസിനെ ഹെൽപ്പ് ചെയ്യുമോ റീച്ച് കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ വ്യൂസ് കൂട്ടാൻ വേണ്ടി, ലൈക്ക് കൂട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടി ഈ ഹാഷ്ടാഗുകൾ എത്രത്തോളം നമ്മുടെ വീഡിയോ, നമ്മൾ ഈ ഹാഷ്ടാഗ് ഇടുന്ന ഹാഷ്ടാഗുകൾ നമ്മുടെ വീഡിയോ എത്രത്തോളം യൂസ്ഫുൾ ആക്കുന്നുള്ളൂടെ? ഹാഷ്ടാഗ് നമുക്ക് വീഡിയോസ് ഇടുന്ന സമയത്ത് ഹാഷ്ടാഗ് നിർബന്ധമാണ്. ഹാഷ്ടാഗ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ റീച്ച് കൂടും. അത് നിർബന്ധമായിട്ടുള്ള ഒരു ഇതാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഒരുപാട് ഫ്രീ ആയിട്ടുള്ള ഹാഷ്ടാഗുകൾ ഗൂഗിളിലും അല്ലെങ്കിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫ്രീ ആയിട്ട് ഒരു നിങ്ങളുടെ ഏതാണ് നിങ്ങളുടെ ഇതൊന്ന് കാറ്റഗറി എന്ന് വെച്ചാൽ അതിനനുസരിച്ച് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലോഡ് ഹാഷ്ടാഗ് കിട്ടും. ആ ഹാഷ്ടാഗ് നിങ്ങൾ അവിടുന്ന് കോപ്പി ചെയ്ത് ഇൻസ്റ്റയിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാഷ്ടാഗിന്റെ ഇതിൽ നിങ്ങൾക്ക് റീച്ച് കിട്ടണമെന്നില്ല. അത് വെറും മണ്ടത്തിലാണ്. ബ്രോ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഒരു ഹാഷ്ടാഗ് അതിപ്പോൾ ഏത് കണ്ടന്റാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്, ആ കണ്ടന്റിനനുസരിച്ച് ഇപ്പം ഞാനിപ്പോൾ ടെക് വീഡിയോ ആണ് ഉപയോഗിക്കുന്നത്, ടെക് വീഡിയോ ആണ് ചെയ്യുന്നത്. ആ ടെക്കിന് എന്തൊക്കെ രീതിയിലുള്ള ഹാഷ്ടാഗുകളാണ് വേണ്ടത് എന്നുള്ളത് എനിക്ക് അത് മനസ്സിലാവണം. അതിനനുസരിച്ച് മാത്രമേ എനിക്ക് ആ ഹാഷ്ടാഗുകൾ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതായത് ടെക്കിനെ സംബന്ധിച്ച്, അതായത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ടെക് ആണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ ആ ടെക്കിനനുസരിച്ചുള്ള ഹാഷ്ടാഗുകൾ മാത്രമേ അവിടെ യൂസ് ചെയ്യുള്ളൂ. ആ ടെക്കിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് സോങ്ങിൻ്റെ ഹാഷ്ടാഗോ അല്ലെങ്കിൽ മ്യൂസിക്കിൻ്റെ ഹാഷ്ടാഗുകളോ ഇട്ട് കഴിഞ്ഞാൽ ഒരിക്കലും കയറില്ല, ഒരിക്കലും റീച്ച് ആവില്ല. അപ്പോൾ ടോണി, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലല്ല രണ്ടാമത്തെ ചോദ്യത്തിനാണ് ടോണി ആൻസർ തന്നത്. അതായത് ആദ്യത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇൻസ്റ്റയിലും ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, അതിൽ എക്സ്പെഷ്യലി നമുക്ക് ഇൻസ്റ്റ എടുക്കാം, ഇതിൽ പോസ്റ്റ് ചെയ്യുന്ന ടൈമിങ്ങിന് എന്തെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ടൈം ഒരു അടിസ്ഥാന ഘടകമാണ്. ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന ഒരു വീഡിയോ, ടെക് വീഡിയോ, ഒരു ദിവസം ഒരു ടൈം ഉണ്ടാവും. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് സമയത്താണ് ഇൻസ്റ്റാഗ്രാമിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു ടൈം, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ ഇൻസ്റ്റാഗ്രാം കാണുന്ന ഒരു ടൈം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അതിനൊരു അരമണിക്കൂർ മുമ്പാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അതെങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? അത് നമ്മൾ ഏകദേശം നമ്മുടെ ടൈം, വർക്കിംഗ് ടൈം, നമ്മളിപ്പോൾ രാവിലെ മുതൽ തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങൾ നമ്മൾ വർക്കിംഗ് ടൈം ആയിരിക്കാം, ഓഫീസ് ടൈം ആയിരിക്കാം. 9 മണി തൊട്ട് 5 മണി വരെ ടൈം നമുക്ക് ഓഫീസ് ടൈം ആയിരിക്കാം. ആ ഓഫീസ് ടൈമിൽ നമ്മളൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ആളുകൾ ആ സമയത്ത് കാണുമെന്നില്ല. അപ്പോൾ ആ ഇടുന്ന സമയത്ത് നമ്മുടെ ഓരോ വീഡിയോകളും മേളിലോട്ട് കയറി പോകും. ഒരു 3:30 അല്ലെങ്കിൽ 4 മണിക്ക് നമ്മൾ ഇടുകയെന്ന് ഇട്ട് കഴിഞ്ഞാൽ ആ 3 മണിക്ക് ഇട്ട് കഴിഞ്ഞ വീഡിയോ നമ്മൾ ഓട്ടോമാറ്റിക്കലി വീട്ടിലെത്തി അവരൊരു 5 മണി 6 മണി ഫ്രീ ആകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അവരുടെ വീഡിയോ സെർച്ചിങ്ങിൽ സ്ക്രോളിങ് ചെയ്യുന്ന സമയത്ത് കയറി വരും. അവരുടെ ഇതിലേക്ക് കറക്റ്റായിട്ട് തന്നെ ഫീഡിലേക്ക് കയറി വരും. അത് കൂടാതെ നമ്മളിപ്പോൾ ലൈക്ക്, അതായത് ഏതെങ്കിലും ഒരാൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടേണ്ട കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇൻസ്റ്റാഗ്രാമിൽ ഒരാൾ വീഡിയോ, അപ്പം ബ്രോ ഇടുന്ന ഒരു വീഡിയോ ആണെങ്കിൽ ആ വീഡിയോയ്ക്ക് ഞാനൊരു കമൻറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു ലൈക്ക് ചെയ്തു, എൻ്റെ ആ ലൈക്കിന് അനുപാതികമായിട്ട് അല്ലെങ്കിൽ ലൈക്കിൻ്റെ ഫോളോ അപ്പ് ആയിട്ട് എൻ്റെ എത്ര ഫോളോവേഴ്സ് ഉണ്ടോ അത്രയും ഫോളോവേഴ്സ് നിങ്ങളുടെ വീഡിയോ കാണും. അത് കാണേണ്ട ഒരു ടൈമുണ്ട്. ആ ടൈമിന് അനുസരിച്ച് ഇപ്പം ഞാൻ ടൈം ഒരു 5 മണിക്കായിരിക്കും ഞാൻ ഈ ലൈക്ക് ചെയ്യുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ലൈക്ക് ചെയ്യുന്നത് 5 മണിക്കായിരിക്കാം. അപ്പോൾ 5 മണി തൊട്ട് 6 മണി അല്ലെങ്കിൽ 7 മണി വരെ എൻ്റെ ഫോളോവേഴ്സിന് എന്നെ ഫോളോ ചെയ്ത എൻ്റെ ഫോളോവേഴ്സിന് ഈ വീഡിയോ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എൻ്റെ ഇപ്പോൾ ഒരു ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ എൻ്റെ ഗൂഗിൾ എടുത്തോട്ടെ, ഞാനിപ്പോൾ എൻ്റെ ഗൂഗിളിൽ ഞാനിപ്പോൾ ഒരു ടൈപ്പ് ചെയ്യുകയാണ്, അതായത് ലൈക്ക് ഞാനിപ്പോൾ ഒരു കാർ മേടിക്കാൻ പോകുന്നു. അപ്പം ഞാൻ ഒരു കാറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു കാർ ഷോറൂമുകൾ ഏതാണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ഈ കാറുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഞാൻ സെർച്ച് ചെയ്തു. ഇപ്പം അതിനനുസരിച്ചുള്ള വീഡിയോകൾ അതായത് ഞാൻ പിന്നീട് ജസ്റ്റ് വൺസ് ഞാനൊന്ന് ടൈപ്പ് ചെയ്ത് ഞാൻ അതൊന്ന് സെർച്ച് ചെയ്തിട്ട് അത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൊബൈലിൽ നമ്മൾ അങ്ങനെ സെറ്റിംഗ് സെറ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇതേ കാര്യം ഞാൻ ചിലപ്പോൾ ഇത് ഗൂഗിളിലായിരിക്കും സെർച്ച് ചെയ്യുന്നത്. തിരിച്ച് ഞാൻ ഇൻസ്റ്റയിൽ വരുമ്പോൾ എനിക്ക് സ്റ്റോറീസിൽ അല്ലെങ്കിൽ എനിക്ക് ന്യൂസ് ഫീഡ്സിൽ എനിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ വരുന്നു. ഈ തിരിച്ച് ഞാൻ ഫേസ്ബുക്കിൽ പോയാലും വരുന്നുണ്ട്, യൂട്യൂബ് പോയാലും വരുന്നുണ്ട്, ഏത് സോഷ്യൽ മീഡിയ പോയാലും വരുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ആസ് എ കോമൺ മാൻ ഞാൻ ചിന്തിച്ചത്, നമ്മുടെ മൈൻഡ് ഈ സോഷ്യൽ മീഡിയയിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയാസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ആളുകൾ നമ്മുടെ മൈൻഡിനെ റീഡ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം. നമ്മുടെ മൈൻഡ് ഒരിക്കലും സോഷ്യൽ മീഡിയകൾ റീഡ് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പം മൊബൈലിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ഇപ്പം അറ്റ്ലീസ്റ്റ് നമ്മളിപ്പോൾ ഈ സമയത്ത് നമ്മൾ സംസാരിക്കണം, മൊബൈലിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന് മൊബൈലിൻ്റെ അനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ ഓട്ടോമാറ്റിക്കലായിട്ട് കയറി വരും. ഇപ്പം നമ്മൾ മൊബൈൽ യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ കാര്യം നമ്മൾ സംസാരിച്ചു, നമ്മൾ വെറുതെ കാഷ്വലായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ
സെർച്ച് ഒന്നും ചെയ്യണ്ട മൊബൈലിൽ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വോയിസ് ഇതിൻ്റെ അകത്ത് റെക്കോർഡ് ഓൾറെഡി നമ്മുടെ വോയിസുകളൊക്കെ മൊബൈലിൽ റെക്കോർഡ് ക്യാപ്ചറിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഷൂട്ട് കഴിഞ്ഞാൽ നമ്മൾ പോയി കഴിയുമ്പോൾ എനിക്കിപ്പോൾ റെസ്റ്റോറൻറ്റ് ഇത് മാത്രമാക്കി വരും. പക്ഷെ അത് അതെ നമ്മൾ ഗൂഗിളും ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ എല്ലാം അങ്ങനെ ചെയ്യാം. പിന്നെ ടൈപ്പ് നമ്മൾ ഗൂഗിളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ടൈപ്പ് ചെയ്യും, കീവേഡ്സ് എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ ആ കീവേഡ്സിനനുസരിച്ചുള്ള എന്താണ് നമ്മൾ ചെയ്തത്. ഇപ്പം നമ്മൾ ആമസോൺ, പ്രൈം, അങ്ങനെയുള്ള സംഭവങ്ങൾ, ഫ്ലിപ്കാർട്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഗൂഗിളിൽ എന്ത് സെർച്ച് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള സാധനം നമ്മളിങ്ങനെ പോപ്പ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ എത്ര ടെക്നോളജി വളർന്നാലും ഇതിനൊന്നും ഒരു 100% ഷുവറിറ്റി നമുക്ക് കൊടുക്കാൻ ഒന്നും കൊടുക്കാൻ പറ്റില്ല. 100% എന്ന് പറഞ്ഞ സംഭവം ഒരിക്കലും ഇല്ലല്ലോ. ഒന്നിലും നമുക്ക് 100% ഇല്ല, എല്ലാം 99% ഉള്ളൂ. എന്ത് കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോകും. അതെ. അപ്പൊ ടോണി, ഞാൻ ഇനി വേറെ ഒരു പേഴ്സണൽ ഇൻസെന്റീവ് വെച്ചിട്ടുള്ള കാര്യം പറയാം. അതായത് ഈ ഇപ്പൊ നാട്ടിലെ ഗൂഗിൾ പേ നമുക്ക് ഇവിടെയും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം വന്നല്ലോ. ഇപ്പം നാട്ടിലെ പണ്ടേ ഉണ്ടത്. ഇപ്പൊ അത് കൂടുതലിരിക്കുന്നത് ഒഫീഷ്യലി അറിഞ്ഞു വരുന്നത് ചെയ്യാതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഉണ്ട്. ഇപ്പം എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് സംഭവിച്ചൊരു കാര്യം, ഞാൻ ഈ നാട്ടിൽ പോയി കഴിഞ്ഞാൽ ഫുള്ള് ചെയ്യാൻ ഗൂഗിൾ പേ ആണ്. കാരണം ഞാൻ മാക്സിമം ക്യാഷ് കയ്യിൽ കൊണ്ടു നടക്കാത്ത രീതിയിൽ ഗൂഗിൾ പേ ആക്കിയിരുന്നു. അപ്പൊ ഞാൻ എന്റെ ബാങ്ക് ഗൂഗിൾ പേ ആയിട്ട് ലിങ്ക് ചെയ്തിട്ട് എന്റെ നാട്ടിലോട്ടുള്ള പേയ്മെന്റ് ഇടപാടുകളെല്ലാം ഞാൻ ഈ ഗൂഗിൾ പേ വഴിയാണ് കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇവിടെ വന്നതിന് ശേഷം എന്റെ നാട്ടിലെ സിം എന്നല്ല, എന്റെ ഗൂഗിൾ പേ അൺഇൻസ്റ്റാൾ ആയി പോയിട്ട് എന്റെ ഞാൻ ഫോൺ മാറ്റി. ഞാൻ ഫോൺ മാറിയതിനു ശേഷം പുതിയൊരു ഫോൺ മേടിച്ച് ഞാൻ അതിൽ ഗൂഗിൾ പേ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നോക്കിയപ്പോൾ എനിക്ക് ഗൂഗിൾ പേ എനിക്ക് ആക്റ്റീവ് ആവുന്നില്ല. കാര്യം അതിനകത്ത് എനിക്ക് OTP വരുന്നില്ലായിരുന്നു. അതെന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഗൂഗിൾ പേ ഇവിടെ വന്നിട്ട് ഇവിടെ വരുമ്പോൾ തന്നെ ചിലപ്പോൾ റോമിങ്ങോ കാര്യങ്ങളൊക്കെ ഇതായിട്ട് ചിലപ്പോൾ ഗൂഗിൾ പേ വർക്ക് ചെയ്യാത്ത ഒരു അവസ്ഥ വരാം. അത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇവിടെ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫോണിലും ഇവിടെ നിന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാലും ചിലപ്പോൾ ഗൂഗിൾ പേ വർക്ക് ചെയ്യാത്ത ഒരു ഇത് വരാം. അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബാങ്ക് സെർവറിലേക്ക് ഒരു SMS പോകണം. അതായത് നിങ്ങൾക്ക് ഒരു 13 രൂപയുടെ ഒരു SMS ആണ് ബാങ്ക് സെർവറിലേക്ക് പോകാനുള്ളത്. അതായത് OTP കിട്ടണമെങ്കിൽ, അത് OTP കിട്ടാത്ത പ്രശ്നമാണ്. OTP വരെയുള്ള എല്ലാ അവിടെ എത്തും, OTP വരെ എത്തും. പക്ഷെ OTP ഇല്ല, OTP ഇങ്ങനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ് മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ കൂടുതലും വരാറ്. പക്ഷെ OTP കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മൊബൈലിൽ നിങ്ങൾ ആദ്യം ടോപ്പ് റീചാർജ് ചെയ്യുക. റോമിംഗ് ഓൾറെഡി ഉള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ടോപ്പ് റീചാർജ് ചെയ്യുക. അല്ല, അതില് ഞാൻ ഈ പറഞ്ഞ ടോപ്പ് ചെയ്തിട്ട് എനിക്ക് മെസ്സേജ് പോയില്ലായിരുന്നു. അത് ടോപ്പ് റീചാർജ് ചെയ്താൽ മാത്രം പോരാ. ടോപ്പ് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് സെർവറിലേക്ക് പോകാനുള്ള SMS-ന് 13 രൂപയാണ്. 13 രൂപയുള്ള SMS, ചിലപ്പോൾ ബാങ്ക് സെർവറുമായിട്ട് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ അത് വേറെ എന്തെങ്കിലും ഇതായിരിക്കാം. റോമിംഗ് ഓക്കെ ആണെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് മൊബൈലിൽ നിന്ന് 13 രൂപയുടെ SMS ബാങ്ക് സെർവറിലേക്ക് പോകണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ അതിന് ടോപ്പ് ഒരു 50 രൂപേൻ്റെയോ അല്ലെങ്കിൽ 100 രൂപയുടെ ഒരു ടോപ്പ് റീചാർജ് ചെയ്യുക. റീചാർജ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് ആക്റ്റീവായി കിട്ടും. നമ്മുടെ ഗൂഗിൾ പേയുടെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ട് പറയുകയാണ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ കൊളീഗിന് ഉണ്ടായ അനുഭവമാണ്. ഈ ഗൂഗിൾ പേ എത്രത്തോളം എന്താ പറയുക സെക്യൂർഡ് ആണ്, അല്ലെങ്കിൽ ഗൂഗിൾ പേ എന്നല്ല ഏത് ഓൺലൈൻ ട്രാൻസാക്ഷൻ ആണെങ്കിലും എത്രത്തോളം സെക്യൂർഡ് ആണോ എന്നുള്ളതിൻ്റെ കാര്യം എൻ്റെ കൊളീഗ് അവന് എന്തോ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്തു. ആള് ഗൂഗിൾ പേ വഴിയാണ് പർച്ചേസ് ചെയ്തത്. അതിനുശേഷം പിന്നീട് അപ്പോൾ ഈ കാർഡും ഇവർ ഗൂഗിൾ പേ വഴി നോക്കിയിട്ട് അത് അൺസക്സസ് ആയതിനു ശേഷം ആള് കാർഡ് വെച്ചിട്ട് ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത് OTP വന്നു, പർച്ചേസ് എല്ലാം കഴിഞ്ഞു. ആള് വളരെ നിസ്സാരമായിട്ടുള്ള എന്തോ പർച്ചേസ് ചെയ്ത് അതിനുശേഷം ഒരു 2-3 ദിവസത്തിന് ശേഷം അരമണിക്കൂർ ഇടവിട്ട് ഈ ആളുടെ കാർഡിൽ നിന്ന് ശരിക്കും എടുക്കാറാണ്, ഡെബിറ്റ് കാർഡ് അല്ല ക്രെഡിറ്റ് കാർഡ്, ഈ കാർഡിൽ നിന്ന് 500 ദിർഹംസ് വെച്ചിട്ട് അരമണിക്കൂർ ഇടവിട്ട് അതായത് അങ്ങനെ ഒരു ഏറെക്കുറെ 9,000 ദിർഹംസ് നാട്ടിലെ എനിക്ക് തോന്നുന്നൊരു 2 ലക്ഷത്തിനടുത്ത് പൈസ പോയി. ഇപ്പൊ ആൾക്ക് പിന്നെ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആള് ബാങ്കിൽ വിളിച്ചപ്പോൾ ബാങ്കുകാർ ബാങ്ക് റെസ്പോൺസിബിൾ അല്ലാതെ. അപ്പൊ എന്തായിരിക്കും അങ്ങനെ ഒരു സ്കാം വരുന്നത്? ഈ സ്കാം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇങ്ങനെയുള്ള ഒരുപാട് ഇപ്പം നമ്മൾ അതിന്റെ കാര്യങ്ങൾ സംസാരിക്കും, അതുപോലെയുള്ള ഒരുപാട് സ്കാം ആയിട്ടുള്ള ഒരുപാട് ടീമുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരുപാട് സംഭവങ്ങളുണ്ടാവും. ഇത്തരത്തിലുള്ള ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള OTP-കളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മെസ്സേജുകളോ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലിങ്കുകൾ ഇപ്പോൾ ഒരുപാട് വരുന്ന ഒരു കാര്യമാണ്. ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യൂ, നിങ്ങളുടെ OTP കൊടുക്കൂ, അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അത് പരമാവധി ഒഴിവാക്കുക. ഇങ്ങനെ കാര്യങ്ങൾ കാണുമ്പോൾ ഓടിച്ചാടി ഒരു ഓഫർ കാണുമ്പോഴൊക്കെ ചിലപ്പോൾ ഒരു മൊബൈലിൻ്റെ ഒരു ഓഫർ, ചിലപ്പം വലിയൊരു ഓഫർ ഉണ്ടാവും. ഒരു 4,000 ദിർഹംസിന് ഒരു ഇന്ന മൊബൈൽ കിട്ടും അല്ലെങ്കിൽ ഇന്ന സാധനങ്ങൾ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓഫറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് 300 ദിർഹംസിന് 300 ദിർഹംസിന് നിങ്ങൾക്ക് ഇപ്പം തന്നെ കിട്ടുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓഫേഴ്സുകൾ വരുന്ന സമയത്ത് അത് നമ്മൾ മലയാളികൾ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമ്മളത് പെട്ടെന്ന് ഓഫർ ചെയ്യണം, അപ്പം തന്നെ ചാടിയിട്ട് നമ്മളത് എടുക്കും.
പക്ഷെ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ചിന്തിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ ദുബായിലോ അല്ലെങ്കിൽ നാട്ടിലോ എല്ലാം ആയാൽ തന്നെ OTPയോ അല്ലെങ്കിൽ ലിങ്കുകളൊക്കെ വരുമ്പോൾ പരമാവധി അതിൽ കയറി ക്ലിക്ക് ചെയ്ത് അതിൽ OTP ബാങ്ക് സംബന്ധമായ ഒരു ഡീറ്റെയിൽസും കൊടുക്കാതിരിക്കുക. ഇപ്പൊ ഒരു ആധാർ കാർഡ് കൊടുത്തോ അല്ലെങ്കിൽ പാൻ കാർഡിന്റെ നമ്പർ കൊടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസിന്റെ ഒരു 6 അക്ക നമ്പർ കൊടുത്താൽ തന്നെ ഇവർക്കത് വെച്ച് നമ്മുടെ ബാങ്കിൽ നിന്നുള്ള എമൗണ്ടുകൾ അവർക്ക് കളക്ട് ചെയ്യുന്ന രീതിയിൽ അവർക്ക് കിട്ടുന്ന രീതിയിൽ അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള ലിങ്കുകളിലൊന്നും ക്ലിക്ക് ചെയ്യാതിരിക്കാം. ഇങ്ങനെ വരുന്ന ഓഫറുകൾ കാണിച്ച് വരുന്ന അഡ്വർടൈസ്മെന്റുകളെ നമ്മൾ ഇഗ്നോർ ചെയ്യുക. അതാണ് വേണ്ടത്. കയ്യിൽ നിന്ന് ക്യാഷ് ആവും. അത് ചിലപ്പോൾ 2000 ആയിരിക്കാം, 3000 ആയിരിക്കാം, ചിലപ്പോൾ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ആയിരിക്കാം. അപ്പൊ ടോണി, എന്തായാലും എന്താ പറയാ, ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പം എൻ്റെ ഒരു കൺക്ലൂഷൻ, അപ്പം ഇനി നമുക്ക് കൺക്ലൂഷനിലോട്ട് പോകണം. നമ്മളെല്ലാം ഡിബേറ്റ് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക കൺക്ലൂഷനിലോട്ട് പോകുന്നതാണ്. അപ്പം എൻ്റെ ഒരു കൺക്ലൂഷനിൽ ഇപ്പം നമ്മൾ അതിപ്പം എന്താ പറയുക, കമ്പ്യൂട്ടറിന്റെ കാലം തൊട്ട് തന്നെയുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ AI വന്ന് നിൽക്കുന്നു, കമ്പ്യൂട്ടർ മുതൽ അങ്ങ് AI വന്ന് നിൽക്കുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പം എനിക്ക് മനസ്സിലാക്കിയത് ഇപ്പം ഇതിനെല്ലാം പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഇപ്പം നമ്മൾ ഇതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യും അനുസരിച്ചിട്ടിരിക്കും ഇതിന്റെ എല്ലാത്തിന്റെയും എന്താ പറയുക ദൂഷ്യഫലങ്ങളും വരാം, നമുക്ക് നല്ല വശങ്ങളും വരാം. അപ്പം എൻ്റെ ഒരു രീതി വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എന്തും ഇപ്പം AI വന്നാലും എന്ത് വന്നാലും അതെല്ലാം നമ്മുടെ എന്താ പറയുക അടുത്തൊരു തലമുറയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മുടെ ഒരു അടുത്ത ഘട്ടം നമ്മുടെ ഒരു ഗ്രോ അപ്പിനുള്ള ഒരു സാധ്യതയാണ്. അപ്പം ആ സാധ്യതകൾ നോക്കി കണ്ട് അതിനെ യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഇപ്പം ഈ ടെക് ലോകത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്നെക്കാളും കൂടുതൽ ആധികാരികമായിട്ട് അറിയാവുന്ന ടോണിക്ക് എന്താണ് ടോണിയുടെ ഒരു കൺക്ലൂഷൻ എന്താണ് ടോണിക്ക് പറഞ്ഞത്? നമുക്ക് ഇതേപോലെയുള്ള ഒരു വിഷയം, ഇപ്പൊ ടെക് വിഷയങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ AI വിഷയങ്ങളൊക്കെ നമുക്ക് ഒരു ഇതേപോലെയുള്ള ഒരു ചർച്ചയിലൂടെ തീരുന്ന ഒരു കാര്യമല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമ്മൾ നല്ലതും ഉണ്ട്, മോശം വശങ്ങളും ഉണ്ട്. 2 വശങ്ങളിലും നമ്മൾ എന്താണ് നല്ലത് അല്ലെങ്കിൽ മോശം വശം തീരുമാനിച്ചെടുക്കുന്നവർക്ക് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, മോശം വശത്തിലേക്ക് പോവുള്ളൂ. അപ്പം നല്ലത് എടുക്കുന്നവർക്ക്, ഇപ്പോൾ കുഞ്ഞുങ്ങളായാലും കുട്ടികളായാലും വലിയവരായാലും നമ്മൾ ശ്രദ്ധിക്കുക. പരമാവധി കുട്ടികളെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് AIയുടെയും അല്ലെങ്കിൽ മൊബൈലിൻ്റെയും കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മൊബൈലിൻ്റെ മറ്റേ ബാങ്കിൻ്റെ ഒക്കെ കാര്യം പറഞ്ഞ പോലെ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. അപ്പൊ എന്തായാലും ഇനിയും ഒരു പക്ഷേ നമുക്ക് നമ്മൾ പറഞ്ഞു ഇതിൽ തീരില്ല. ഇനിയും ഈ പറയുന്ന കൂട്ടം നമ്മളെ ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ടെക്കുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് ടോണിയെ സമീപിക്കാനും ടോണിയിൽ നിന്ന് അതിനുള്ളൊരു നല്ലൊരു ഫീഡ്ബാക്ക് അവർക്ക് അല്ലെങ്കിൽ നല്ലൊരു ആൻസർ അവർക്ക് കിട്ടാനെ കൊണ്ട് എങ്ങനെയാണ് അവർക്ക് ടോണി അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്? എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ടോണി പുളിക്കത്തടത്തിൽ നിന്നാണ്. അപ്പോൾ ടോണി പുളിക്കത്തടത്തിൽ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ അത് ആ ഒരു പേരിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ പേരിൽ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാം. ഡയറക്റ്റ് മെസ്സേജ് ചെയ്താൽ ഒരാൾക്ക് പോലും ഞാൻ മെസ്സേജിന് റിപ്ലൈ കൊടുക്കാതിരുന്നില്ല. പിന്നെ കൂടുതലും ഇപ്പോൾ ഈ ഓണത്തിൻ്റെ തിരക്കിൽ കുറച്ച് പേർക്ക് കൊടുക്കാതിരുന്നുണ്ട് കേട്ടോ, പറയുന്നതിൽ. അപ്പോൾ അവർക്കൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ റിപ്ലൈ കൊടുക്കണമെങ്കിൽ അത് മാത്രമല്ല, ഞാൻ എൻ്റെ പ്രൊഫൈലിൽ ഞാൻ എൻ്റെ നമ്പർ, ദുബായ് നമ്പറും നാട്ടിലെ നമ്പറും ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിലും ഡയറക്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. 2ലും മെസ്സേജ് ചെയ്തിട്ട് ഡൗട്ട് എന്നെ കൊണ്ട് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും അറിയാമെന്നല്ല പറഞ്ഞത്. ഇപ്പം നമ്മളിപ്പോൾ 100% പറയുന്നില്ല, 99% പോയിട്ട് എനിക്കൊരു 70% പോലും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ അകത്ത് 70% എന്തെങ്കിലും അറിവ് നിങ്ങൾക്ക് തരാൻ പറ്റുവാണെങ്കിൽ ഞാനത് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇത് സംബന്ധിച്ച് ഇപ്പം ചർച്ച ചെയ്ത നമ്മളെ ഇത്രയും വിഷയത്തെക്കുറിച്ചൊക്കെ അത്യാവശ്യം അറിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അത് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടോണിയുടെ അഖിലിന്റെ അഖിൽ കോന്നി എന്നുള്ള യൂട്യൂബ് ചാനലിന്റെ ലിങ്കും ഞാൻ എൻ്റെ സ്റ്റോറിയിലൊക്കെ ഞാൻ ഉൾപ്പെടുന്നതായിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. എല്ലാത്തിനെ കുറിച്ച് അറിയുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്കും അതിന്റെ സംശയങ്ങൾ ചോദിക്കാം. അപ്പോൾ എന്തായാലും ടോണി ചുരുങ്ങിയ സമയം ഒരുപാട് കാര്യങ്ങൾ, അപ്പം ഇതുകൊണ്ട് നിർത്തുന്നില്ല. ഇനി ഞാൻ അടുത്തൊരു എപ്പിസോഡിൽ വരും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ടോണി, ഓൾ ദി ബെസ്റ്റ്.